ഇത്ര നേരമായിട്ട് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? നീ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ഇരുന്നിട്ട് എന്താണ് കാര്യം? കൂട്ട് എനിക്കിനി ആരും വേണ്ടമ്മ. എനിക്ക് എന്റെ മകളുണ്ട്, അവളിനെ ഒന്ന് കല്യാണം കഴിച്ചു കൊടുക്കണം. എനിക്കിനി ആ ആഗ്രഹം മാത്രം തന്നെ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്ട? ഞാനും നിന്റെ അനിയൻ ജമാലും കൂടിയിട്ടേ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നീ എന്തായാലും സമ്മതിച്ചേ പറ്റൂ. ഇതാ അതിൽ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്, എന്നാ കാണും. മോളെ, നിന്റെ വല്യമ്മയെ ഒരു ആലോചന കൊണ്ടുവന്നിരിക്കുന്നു. കല്യാണാലോചനയാ? എനിക്കൊന്നും ഇപ്പൊ കല്യാണം വേണ്ടപ്പാ. എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടേ ജോലിയൊക്കെ ആയിട്ട് തന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അത് കല്യാണം എനിക്കല്ല. പിന്നെ പിന്നെ വേറെ ആരാ ഇവിടെ കല്യാണം കഴിക്കാനുള്ളത്? വല്യമ്മ കല്യാണം കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കാണ്. ഉപ്പാക്ക അതൊന്നും ശരിയാവില്ല. ഉപ്പ എന്തൊക്കെയാ പറയുന്നത്? വെറുതെ വയസ്സാങ്കാലത്ത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഞാൻ കോളേജിൽ പഠിക്കാൻ പോണതല്ലേ, എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കില്ലേ? അതൊന്നും ശരിയാവില്ല. നീ എന്ത് വർത്താനാണ് കുട്ടിയെ പറയണത്? നിന്നെ അവൻ കല്യാണം കഴിച്ചു വിട്ടാലേ അവനെ നോക്കാൻ ആരാ ഉള്ളത് ഈ വീട്ടില്? അവൻ ഇപ്പൊ തന്നെ 10-55 വയസ്സായില്ലേ? നീ എന്താ അത് ആലോചിക്കാത്തത്? മനുഷ്യന്റെ അവസ്ഥയല്ലേ, ആരെപ്പോ വയ്യാണ്ട് കിടക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല. നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലും ആയിരിക്കും. അവൻ ആരാ നോക്കുക? എന്നെ കൊണ്ടാകുമോ ഈ വയസ്സാം കാലത്ത് അവനെ നോക്കാന്? നിന്റെ ഉമ്മ മരിച്ചിട്ട് ഇപ്പൊ 4-5 വർഷം കഴിഞ്ഞില്ലേ? അവൻ നിന്നെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും കാലം വേറെ കല്യാണം ഒന്നും കഴിക്കാണ്ടിരുന്നിരിക്കുന്നത്? മനുഷ്യന്റെ അവസ്ഥയാണ് കുട്ടിയെ. ഞാനോ ഇന്നോ നാളെയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് ഈ വയസ്സാം കാലത്ത് അവനെ നോക്കാനാവോ? അവൻ വയ്യാണ്ട് കിടക്കുമ്പോ നീ ആണെങ്കിൽ നിന്റെ ഭർത്താവിന്റെ വീട്ടിലും പോയിട്ട് ഇരിക്കുകയും ചെയ്യും. ഭർത്താവിന്റെ വീട് എന്ന് പറഞ്ഞിട്ട് അവൻ ആരാ ഉണ്ടാകുക വയസ്സാം കാലത്ത്? അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാനും ജമാലും കൂടി പോയിട്ട് ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നീ എതിർപ്പൊന്നും പറയണ്ട. നീ ഈ കല്യാണത്തിന് സമ്മതിക്ക്. അവന്റെ സമ്മതം കൂടി ഇനി വേണ്ടുള്ളൂ. നിന്നെ ആലോചിച്ചിട്ടാണ് അവൻ സമ്മതിക്കാണ്ടിരിക്കുന്നത്. നീ എതിർപ്പൊന്നും പറയണ്ട. കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചു. മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാട്ടാ. വേണ്ടപ്പാ, ഉപ്പ കല്യാണം കഴിച്ചോ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അവരുടെ ഉമ്മാന്നൊന്നും വിളിക്കാൻ എന്നെ കൊണ്ട് നിർബന്ധിക്കരുത്. എനിക്ക് എന്റെ മനസ്സിൽ എന്നെ പ്രസവിച്ച എന്റെ ഉമ്മ തന്നെ ഉള്ളൂ. ഞാൻ ഉമ്മാനെ തന്നെ ഉമ്മാന്ന് വിളിച്ചിട്ടുള്ളൂ. ഇനി വരുന്നവരെയൊന്നും ഉമ്മാന്ന് വിളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഉപ്പ അത് മാത്രം എന്നെ നിർബന്ധിക്കരുത്. ഉപ്പ, എനിക്കൊരു 500 രൂപ വേണം. എന്തിനാ മോളെ? കോളേജിൽ ഒരു പരിപാടി ഉണ്ട്. ആ സഫിയ, മോൾക്ക് ആ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 500 രൂപ എടുത്തു കൊടുക്ക്. ആ ഇതാ, എനിക്കൊന്നും നിങ്ങൾ പൈസ തരണ്ട. എനിക്ക് എന്റെ ഉപ്പ തന്നെ തന്നാ മതി. ഇവിടുതാ, ഞാൻ കൊടുക്കാം. ഇതാ മോളെ, അവൾക്ക് ഇപ്പോഴും എന്നെ കൊണ്ട് ദേഷ്യമാണ് അല്ലേ? ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് തന്നെ എനിക്കൊരു മകളെയും കൂടി കിട്ടുമല്ലോ സ്നേഹിക്കാനെന്ന് പറഞ്ഞിട്ടാണ്. കുറെ ആയി ഞാൻ കേൾക്കണത് മക്കളില്ലാത്തതിന്റെ പേരിൽ ഓരോ കുത്തുവാക്കുകൾ. എന്റെ ആദ്യ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചത് മക്കളില്ലാത്തതിന്റെ പേരിലാണ്. എന്നിട്ട് അയാൾ വേറെ കല്യാണം കഴിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഓരോരോ കല്യാണങ്ങൾക്ക് പോകുമ്പോഴും മച്ചിയാണ്, പ്രസവിക്കാത്തവളാണെന്നൊക്കെ പറഞ്ഞിട്ട് മതിയായി എനിക്ക് കേട്ടിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ആലോചന വന്നത്. എല്ലാവരും പറഞ്ഞു കല്യാണം കഴിക്കാനുള്ള ഒരു മകളുണ്ട്, ഈ ബന്ധം വേണ്ടെന്നൊക്കെ. അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്കൊരു മകളും കൂടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഈ കല്യാണ ആലോചന വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് നിങ്ങൾക്കൊരു മകളുള്ളതാണ്. എനിക്ക് അവളെ സ്നേഹിക്കാലോ എന്റെ സ്വന്തം മകളായിട്ട്. പക്ഷെ അവൾ ഇപ്പോഴും എന്നെ ഉമ്മയായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. നീ വിഷമിക്കണ്ട. എന്നെങ്കിലും നിന്റെ സ്നേഹയെ അവള് മനസ്സിലാക്കും. അന്ന് നോക്കിക്കോ, അവള് നിന്റെ ഉമ്മാന്ന് വിളിക്കും.
ആ മോളെ എന്താ ചായ? എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. നിങ്ങൾ എന്റെ കാര്യം നോക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്റെ ഉപ്പാന്റെ കാര്യം നോക്കാനാണ്. നിങ്ങൾ ഉപ്പാന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരു മോള്, നിങ്ങളിനി എന്റെ മോളൊന്നും വിളിക്കണ്ട. എന്റെ അമ്മ മരിച്ചുപോയി. ഹലോ, ആ അതെ, എന്താണ് കാര്യം? എന്റെ റബ്ബേ, എങ്ങനെ? ഏത് ഹോസ്പിറ്റല്? എന്റെ റബ്ബേ, എന്താണ് ഉപ്പാക്ക്? എന്താണ് ഉപ്പാക്ക്? പറ, ഉപ്പാക്ക് എന്താ പറ്റിയത്? പറ. ഉപ്പാക്ക് ആക്സിഡന്റ് ആയിന്ന്. ആക്സിഡന്റാ ഉപ്പാക്ക? അല്ലാഹുവേ, എന്റെ മകൻ എന്നെ വിട്ട് പോയല്ലോ. ആ മാമ. എന്താ മോളെ, സുഖമല്ലേ? ആ സുഖം തന്നെ. ആ കുഴപ്പമില്ല മാമ. ആ ക്ലാസ്സിക്കൊക്കെ പോണ്ട്. അമ്മയോ? ആ അവരവിടെ ഉണ്ട്. പോയിട്ടില്ലേ? അവിടെ തന്നെ ഉണ്ടോ? ആ പോയിട്ടൊന്നുമില്ല. അവര് പോണെങ്കിൽ പോയിക്കോട്ടെ മാമ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മാമ, ഇപ്പൊ ഞാൻ വിളിച്ചതേ എന്റെ എക്സാമിന്റെ ഫീസിന്റെ കാര്യത്തിന്. നാളെയാണ് മാമ അവസാന ഡേറ്റ്. 75,000 രൂപ തരുമോ? 75,000 രൂപയാ? നീ അന്ന് എക്സാം ഫീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 5-10 ആയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞത്. പിന്നെ അന്നത്തെ സിറ്റുവേഷനും അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ പക്ഷെ നീ ഇപ്പോൾ 75,000 പറയുമ്പോൾ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാണ്? ഇതാ ഇപ്പോൾ അമ്മായിക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു ഒരാഴ്ചയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ബില്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തന്നെ ആകെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ 75,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടുത്ത് ഉണ്ടാവില്ല മോളെ. ആ കുഴപ്പമില്ല മാമ. ആ ശരി. പഠിച്ചോനെ, ഇനി ഞാൻ എങ്ങനെ എക്സാം എഴുതും? ഫീസ് കിട്ടിയില്ലെങ്കിൽ എക്സാം എഴുതാൻ സമ്മതിക്കില്ല. ഉപ്പുണ്ടായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മോളെ കോളേജിൽ പോണില്ലേ? ഇല്ല. ഒന്ന് പോണ്ട ഇവിടുന്ന്. എനിക്ക് ഇത്തിരി ഒറ്റയ്ക്ക് ഇരിക്കണം. ആ ഷെഫീക്കേ, നീ ഒന്ന് വീട് വരെ വരുമോ? ഒന്നുമില്ല മാനെ, ഒന്ന് ബാങ്ക് വരെ പോണം. ആ ആ ശരി, വേഗം വാ. മോളെ, നാളെയല്ലേ ലാസ്റ്റ് ഡേറ്റ്. കോളേജിൽ ഫീസ് കെട്ടണ്ടേ? എന്നാ നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ നിന്റെ സ്വന്തം ഉമ്മയല്ലെങ്കിലും എന്നെ കൊണ്ടാകുന്ന പോലെയൊക്കെ ഞാൻ നിന്നെ നോക്കിക്കോളാം. നാളെ തന്നെ കൊണ്ടുപോയി ഫീസ് കെട്ട്. ഈ കാര്യം പറഞ്ഞിട്ടേ നിങ്ങളിനി വെറുതെ ഇതന്നെ പറഞ്ഞിട്ട് വിളിക്കണമെന്നില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ കാര്യങ്ങളൊക്കെ. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, എനിക്ക് വരാൻ പറ്റില്ല. അവള് പെൺകുട്ടിയല്ലേ, അവളിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാ അങ്ങോട്ട് വരിക? ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. മാത്രമല്ല മൂപ്പര് മരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ് അവളിനെ നോക്കണം എന്നുള്ളത്. എനിക്കത് പാലിച്ചേ പറ്റൂ. അവൾ എൻ്റെ മകള് പോലെ തന്നെയാണ്. അല്ല, എൻ്റെ മകള് തന്നെയാണ്. ഞാൻ അവളുടെ മകളായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. എനിക്ക് അവളെ നോക്കണം. അവളെ ആരുടെ അടുത്തെങ്കിലും ഏൽപ്പിച്ചിട്ടോ, അല്ലാണ്ട് ഞാൻ അങ്ങനെ വരുന്നില്ല.
അത് ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. എൻ്റെ പേരിലുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, അതെനിക്ക് തന്നാൽ മതി. ഞാനത് വിറ്റിട്ടാണെങ്കിൽ ഞാൻ അവളുടെ കല്യാണം നടത്തിക്കോളും. ഉമ്മ, എന്താ വിളിച്ചു നീ? ഒന്നും കൂടി വിളിക്ക്. നീ എന്നെ ഉമ്മാന്ന് വിളിച്ചൂലേ? എനിക്കത് മതി, എനിക്ക് സന്തോഷമായി. ഉമ്മ എന്നോട് ക്ഷമിക്കുമ്മ. ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഞാൻ നിങ്ങളെ ഒരുപാട് മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്നെ സ്നേഹിച്ചു. ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയില്ലമ്മ. എൻ്റെ ഉമ്മ തന്നെയാണ് നിങ്ങൾ. എനിക്ക് എൻ്റെ പാപ്പ തന്നതാണ് നിങ്ങളെ. നിങ്ങളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയേനെ. പടച്ചോനെല്ലാം മുൻകൂട്ടി കാണുന്നതല്ലേ മോളെ. ആർക്ക് എന്ത് സമയത്തിന് കൊടുക്കണമെന്ന് പടച്ചോനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം പടച്ചോൻ നിശ്ചയിച്ചതായിരിക്കും. നമ്മൾക്ക് അറിയണ്ട.